ഉപയോഗിക്കേണ്ടതാണോ? അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇത് വാങ്ങി ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഗുണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൂടി എങ്ങനെയൊക്കെ വരുമാനം കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? IBCയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി നമ്മൾ മാറണം. IBCയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാനായിട്ട് ആകെ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര വയസ്സ് വരെ ഉള്ള ഒരാൾക്കും IBCയിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യും. ഓൺലൈൻ പ്രോസസ് ആണ്. ഓൺലൈനിൽ നമ്മൾ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ID നമ്പറും പാസ്വേഡും കിട്ടും. പിന്നീട് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, www.ibcgroup.com. അതിൽ കയറിയിട്ട് നമ്മളുടെ യൂസറുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. മനസ്സിലായല്ലേ? ആ പേജിലൂടെയാണ് പിന്നീട് നമ്മുടെ ബിസിനസ് നടത്തുന്നത് നമ്മുടെ കമ്പനിയുമായി. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിലൂടെ 8 രീതിയിലുള്ള വരുമാനങ്ങളാണ് കമ്പനി തരുന്നത്. 8 ടൈപ്പ് ഇൻകം, 8 രീതിയിൽ വരുമാനങ്ങൾ കിട്ടും. ഈ 8 രീതിയിലുള്ള വരുമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കാൻ നമുക്കിവിടെ ചെയ്യേണ്ടുന്ന 2 ജോലികൾ നേരത്തെ ഞാൻ ബോർഡിൽ എഴുതിയിരുന്നു. ഒന്നുകൂടി പറയുന്നു: പ്രോഡക്റ്റുകൾ വാങ്ങുക, ഒരു ടീം ബിൽഡ് ചെയ്യുക. ഓക്കെ, പ്രോഡക്റ്റുകൾ വാങ്ങുക, പർച്ചേസ് ചെയ്യുക എന്ന് പറയും. നമ്മുടെ പർച്ചേസിനെ നമ്മൾ 2ആയി ഇവിടെ തിരിക്കുന്നു. ഒന്ന്, നമ്മൾ ആദ്യം ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം വാങ്ങുന്ന പർച്ചേസ്, ഫസ്റ്റ് പർച്ചേസ്. ദെൻ നമ്മൾ വീണ്ടും വാങ്ങുന്ന പർച്ചേസ്, അത് റീപർച്ചേസ് എന്ന് നമ്മൾ പറയുന്നു. ഫസ്റ്റ് പർച്ചേസ്, റീപർച്ചേസ്. ആദ്യത്തെ പർച്ചേസ് മാത്രം കമ്പനി പറയുന്ന ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ പർച്ചേസ് എന്നുള്ളത് അത് എല്ലാ കമ്പനികൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിലൂടെ ഒരു ബിസിനസ് വോളിയം എന്ന് പറയുന്നത് PV എന്ന് പറയും, പോയിന്റ്സ് വാല്യൂ എന്ന് പറയും. അതായത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ട് ആയതിനു ശേഷം പിന്നീട് നമ്മൾ എന്തെല്ലാം പ്രോഡക്റ്റുകൾ വാങ്ങിയാലും എത്ര രൂപയുടെ വാങ്ങിയാലും നമ്മൾ ഇത്ര രൂപയുടെ വാങ്ങി എന്നല്ല കണക്ക് വരിക. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മളൊരു പോയിന്റ് വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര വാങ്ങി എന്നുള്ളൊരു മെഷർമെന്റ് ആണ്, ഒരു കണക്കാണ് പോയിന്റ് PV എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഓക്സിമറായ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് 2500 രൂപയാണ് നമ്മുടെ വില, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 2800 രൂപയാണ് അതിന്റെ MRP. ഈ പ്രോഡക്റ്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് 30 PV ആണ്. അപ്പൊ നമ്മൾ 2500 രൂപ ഒരു ഓക്സിമറായി വാങ്ങിക്കുമ്പോൾ നമ്മൾ 2500 രൂപയുടെ പർച്ചേസ് ചെയ്തു എന്നല്ല കണക്ക് വരിക, നമ്മൾ 30 പോയിന്റിന്റെ പർച്ചേസ് ചെയ്തു എന്നാണ് കണക്ക്. മനസ്സിലായോ? ഇനി നമ്മുടെ ഒമേഗ 3 അല്ലെങ്കിൽ നമ്മുടെ ഹൃദ്വേദ, ഇത് രണ്ടിൽ ഏത് വാങ്ങിയാലും 1000 രൂപയാണ് നമ്മുടെ വില. 1300 രൂപയാണ് അതിന്റെ MRP എന്ന് പറയുന്നത്. അതിന് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് 10 PV ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ 1000 രൂപ എടുത്ത് വാങ്ങുമ്പോൾ 1000 രൂപയുടെ പർച്ചേസ് ചെയ്തു എന്നല്ല, പിന്നെ 10 പോയിന്റിന്റെ പർച്ചേസ് ചെയ്തു എന്നാണ് കണക്ക്. അതാണ് PV, പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് കമ്പനി പല ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് പല ഓപ്ഷൻസ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ എപ്പോഴും ഈ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പർച്ചേസിന്റെ രീതി നമ്മൾ വാങ്ങുമ്പോഴും എല്ലാ പ്രോഡക്റ്റുകളുടെ കിട്ടുന്ന രീതിയിലുള്ള പാക്കേജുകൾ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ പാക്കേജുകളും എല്ലാ പ്രോഡക്റ്റുകളും കിട്ടുന്ന പാക്കേജ് എന്ന് പറയുമ്പോൾ 60 PVയുടെ പാക്കേജ് ഉണ്ട്, 100 PVയുടെ പാക്കേജ് ഉണ്ട്, 250 PVയുടെ പാക്കേജ് ഉണ്ട്. ഓക്കെ, 60 PVയുടെ പാക്കേജ് പറയുമ്പോൾ ജസ്റ്റ് 6000 രൂപ വരുള്ളൂ. നിങ്ങൾക്ക് 8400 രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റുകൾ ആ പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 3 ഓക്സിമറായി കിട്ടുന്നുണ്ട്, ഓക്സിമറായും ഹൃദ്വേദയും ഒമേഗ 3 കിട്ടുന്നുണ്ട്, ഓക്സിമറായും ഗ്ലൂട്ടാതയോണും വരുന്നുണ്ട്, ഗ്ലൂട്ടാതയോൺ മാത്രം വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റിൽ ഏതാണോ പാക്കേജ് നോക്കി നമുക്ക് എടുക്കാം. എങ്ങനെയായാലും 6000 രൂപയെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് 8400 രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടും. ഓക്കെ, ഇനി കുറച്ചും കൂടി കൂടുതൽ പ്രോഡക്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ 100 PVക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. 10000 രൂപയുടെ പാക്കേജ് ആണ്. മനസ്സിലായില്ലേ? നമുക്ക് ഏകദേശം 19,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് അതിൽ കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, 250 PV എന്ന് പറയുമ്പോൾ 25,000 രൂപയുടെ പാക്കേജ് ആണ്. 41,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ പ്രോഡക്റ്റുകൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് കൂടി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൂടി നമുക്ക് കൊടുക്കാം എന്നാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കൂടുതൽ വരുന്ന പാക്കേജുകൾ എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജാണ് നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കേണ്ടത്. ഫസ്റ്റ് ടൈം മാത്രം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ റീപർച്ചേസിന് നിങ്ങൾ എല്ലാ മാസവും ഇത്ര വാങ്ങിക്കണമെന്ന്
നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് പർച്ചേസ് നമ്മൾ അങ്ങനെ ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കമ്പനി നമുക്ക് തരുന്ന ആദ്യത്തെ വരുമാനം, ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണ്? റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും 10% മുതൽ 70% വരെ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കിട്ടുമ്പോൾ ലാഭമല്ലേ? സംശയമുണ്ട്? ലാഭമല്ലേ? എന്തൊരു സന്തോഷമില്ല, കൂടുതൽ ലാഭം കേൾക്കട്ടെ സാർ. അതുകൊണ്ടാണ് 10-70% റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അത് ഒരു പ്രോഡക്റ്റിന് പുറത്ത് 70% വരെ വിലക്കുറവ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. കമ്പനി നമുക്ക് തരുന്ന അടുത്തൊരു ഒരു ഇതാണ് കൺസ്യൂമർ ബോണസ്. കൺസ്യൂമർ ബോണസ് ഇതെന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകൾ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ പ്രോഡക്റ്റ് വാങ്ങിക്കുക അതിന്റെ 10% നമുക്ക് കമ്പനി കൺസ്യൂമർ ബോണസ് എപ്പോൾ കിട്ടും? നിങ്ങൾ എപ്പോഴാണോ അത് വാങ്ങുന്നത് അതിന്റെ പിറ്റേ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ അടുത്തൊരു ഇൻകമാണ് റഫറൽ ബോണസ് എന്ന് പറയുന്നത്. റഫറൽ ബോണസ്. ഈ റഫറൽ ബോണസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിന്നും അടുത്തൊരു പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, രണ്ടാമത് എന്താണ്? ടീം ബിൽഡിംഗ്. എങ്ങനെയുള്ള ടീമാണ്? ഇനി അതിലേക്കാണ് വരാൻ പോകുന്നത്. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കിട്ടുന്ന നമ്മുടെ ഏറ്റവും വലിയ അവസരം എന്താണെന്ന് അറിയാം? നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയതുപോലെ തന്നെ ഈ ബിസിനസ് അവസരം നമ്മുടെ സുഹൃത്തുക്കൾക്ക്, പരിചയക്കാർക്ക്, ബന്ധുക്കൾക്ക്, അയൽവക്കക്കാർക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. മനസ്സിലായോ? ഒരു ബിസിനസ് ഉണ്ട്, സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 10 പൈസ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും നമുക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തി കൊടുക്കാം. മനസ്സിലല്ലേ? പറയാമല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നിങ്ങളുടെ പ്രായം ചോദിക്കുന്നില്ല, മുൻപരിചയം ആവശ്യമില്ല, അല്ലേ? അല്ലേ? അപ്പൊ യാതൊരുവിധ മാനദണ്ഡമില്ല, ചെയ്ത പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ കെയർ ഓഫിൽ എത്ര പേരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി സ്പോൺസർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി സ്പോൺസർ ചെയ്ത് വരുന്ന ആളുകളുടെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടീം ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷന്റെയും ആവശ്യമില്ല. കാരണം ഈ കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ടീം ലീഡേഴ്സ് എല്ലാം ഉണ്ടാവും. എന്ത് കാര്യത്തിൽ? ടീം ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു വർക്കിംഗ് സിസ്റ്റം ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ലീഡേഴ്സിന്റെ സപ്പോർട്ട് കിട്ടും. അപ്പൊ അവിടെ ഒരു ടെൻഷൻ വേണം, അതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. ഫസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മളത് സ്വന്തം നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ വാങ്ങുന്നതിന് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നു, ആദ്യത്തെ പർച്ചേസ് ഞാൻ വാങ്ങിച്ചു, ഇനി ഞാൻ വാങ്ങിക്കുന്നേ ഇല്ല എന്ന് ചിന്തിക്കുന്നു. മനസ്സിലായി? കാരണം എന്താ? പിന്നെ എപ്പോ വാങ്ങിച്ചാലും അതിന് നമുക്ക് കമ്മീഷൻ പിന്നെയും കിട്ടുന്നത്. അതുകൊണ്ട് വാങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത്. ഇനി ടീം ബിൽഡ് ചെയ്ത് നമ്മൾ വരുമ്പോഴത്തേക്കിന് കമ്പനി നമ്മളോട് പറയുന്നത്, ഞാൻ ഈ യു എന്ന് എഴുതുന്നത് നിങ്ങളാണ് എന്ന് നിങ്ങളുടെ പേര് നിങ്ങൾ ഇവിടെ കാണുക, യു. ഓക്കെ, ഇവിടെ നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത് 2 ടീമായിട്ടാണ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി കൊണ്ടുവരുന്ന ആളുകളെ നമ്മളിവിടെ 2 ടീമായി സെറ്റ് ചെയ്തു. അത് നമ്മൾ ഈ MLM സ്ട്രക്ചറിൽ ബൈനറി എന്ന് പറയുന്ന പ്ലാനാണ്. ഇതിലേക്ക് 2 ടീമായിട്ട് സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ 2 ടീമായിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 പേരെങ്കിലും വേണം. ഇത് നമ്മുടെ ലെഫ്റ്റ് ടീം, ഇത് നമ്മുടെ റൈറ്റ് ടീം. അപ്പൊ 2 പേരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ സ്പോൺസർ ചെയ്തു. മിനിമം 2 പേരെയെങ്കിലും. ഓക്കെ, മിനിമം 2 പേരെ. ഓക്കെ, ഞാൻ കണ്ടു മാത്രമേ. അപ്പൊ നമ്മൾ മിനിമം 2 പേരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് സ്പോൺസർ 2 പേരെ. മനസ്സിലായി? വലിയൊരു ടീം തുടങ്ങാൻ നമുക്ക് ഈ 2 പേരെ മതി. എങ്ങനെയുള്ള 2 പേരാ? നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വാക്കിനും തിരിച്ചു പറയാറ്. ഇന്നാ പഠിച്ചു 6000 അല്ല 10000 അല്ല 20000 അങ്ങനെ തരുന്നവരെ അല്ല വേണ്ടത്. അങ്ങനെ തരുന്നവരെ അല്ല വേണ്ടത്. പിന്നെ ആരെ വേണ്ടത്?
അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പൈസ ഉള്ളവരെ തെരഞ്ഞു പിടിച്ച് അസുഖം ആരോഗ്യ പ്രശ്നങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് അല്ല നമ്മളുടെ ടീം ഉണ്ടാകുന്നത്. നമ്മൾ ടീം ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ് ചെയ്യണം, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണം, സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തണം, ഇപ്പോഴുള്ള ജീവിതം മാറിയിട്ട് മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബിസിനസ് പറഞ്ഞു കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി നിങ്ങൾ കൊണ്ടുവരാൻ. അങ്ങനെയുള്ള രണ്ടുപേരെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. രണ്ടുപേരെ കൊണ്ടുവരും. ഈ ടീം ബിൽഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് ഇവിടെ നമുക്ക് രണ്ട് കമ്മീഷൻസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് റഫറൽ ബോണസും, രണ്ട് മാച്ചിങ് ബോണസും. രണ്ട് കമ്മീഷൻസ് ഈ ടീമിനകത്ത് എങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ, നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന ആളുകൾ, അവരുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് എത്ര രൂപയാണോ ആ തുകയുടെ 5% നമുക്ക് റഫറൽ ബോണസ് ആയിട്ട് കമ്പനി തരും. അത് ഒന്നുകിൽ അവർ 6000 രൂപയുടെ പർച്ചേസ് ആയിരിക്കണം, അല്ലെങ്കിൽ 10000 രൂപയുടെ പർച്ചേസ് ആയിരിക്കും, അല്ലെങ്കിൽ 25000 രൂപയുടെ പർച്ചേസ് ആയിരിക്കും. നമ്മൾ കൊണ്ടുവന്ന രണ്ടുപേരും 6000 രൂപയുടെ പർച്ചേസ് ആണ് ചെയ്തതെങ്കിൽ നമുക്ക് 300 രൂപയാണ് റഫറൽ ബോണസ് ആയിട്ട് ഒരാളിൽ നിന്ന് കിട്ടുക. കാര്യം 6000ന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 300 രൂപ. അപ്പൊ രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ എത്ര കിട്ടും? 300 പ്ലസ് 300 സമം 600 രൂപ നമുക്ക് എന്തായി? റഫറൽ ബോണസ് ആയി. ഈ രണ്ടുപേര് വന്ന് അവരുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് ഈ 6000 രൂപ എന്ന് പറയുമ്പോൾ 60 പോയിന്റ് ആണ്. സോ ഇതും 60 പോയിന്റ്, ഇതും 60 പോയിന്റ്. നമ്മൾ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന വോളിയം, നമ്മുടെ ലെഫ്റ്റും റൈറ്റിലും വരുന്ന വോളിയം 1:1 എന്ന് പറയുന്ന രീതിയിൽ മാച്ച് ചെയ്യുന്നതിനെയാണ് മാച്ചിങ് ബോണസ് എന്ന് പറയുക. ആ പോയിന്റ് മാച്ച് ചെയ്യപ്പെടുന്നു. രണ്ടുപേര് വന്നു, രണ്ടുപേരും അവരുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു, രണ്ടുപേരും 6000 രൂപയുടെ പർച്ചേസ് ആണ് ചെയ്തത്. 60 PV 1:1 മാച്ച് ചെയ്തു. നമുക്ക് 600 രൂപ മാച്ചിങ് ബോണസ്. ടോട്ടൽ 1200 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടും. എപ്പോ കിട്ടും? ഈ രണ്ടുപേരും അവരുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് ഇന്നാണെങ്കിൽ രാത്രി 12 ആകുമ്പോൾ ബില്ലിംഗ് ക്ലോസ് ചെയ്തിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് പൈസ ക്രെഡിറ്റ് ആവും. കാരണം ഡെയിലി മാച്ചിങ് ബോണസ്, റഫറൽ ബോണസ് ഇതിന്റെ ഡെയിലി കമ്മീഷൻ, ഡെയിലി ഇൻകം ആണ്. എല്ലാ ദിവസവും രാത്രി 12 ആകുമ്പോൾ ബില്ലിംഗ് ക്ലോസ് ചെയ്ത് പിറ്റേന്ന് പൈസ കിട്ടുന്നു. മനസ്സിലായല്ലേ? മനസ്സിലായോ? ഇനി ഇതേ സ്ഥാനത്ത് ഇവർ രണ്ടുപേരും വന്നത്, ഇവര് 10000 രൂപയുടെ പർച്ചേസിനാണ് വന്നതെങ്കിൽ അത് 100 PV ആണ്. അപ്പൊ ഈ ഫിഗർ മാറും, ഇത് മാറും. കാരണം 100 PV 10000 രൂപ എന്ന് പറയുമ്പോൾ അതിന്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര വരും? 500 രൂപ വരും. അപ്പൊ രണ്ടുപേരെ നമ്മൾ റഫർ ചെയ്തപ്പോൾ 500 1000 രൂപ നമുക്ക് റഫറൽ ബോണസ്. 100 പോയിന്റ് മാച്ച് ചെയ്തു, നമുക്ക് 1000 രൂപ മാച്ചിങ് ബോണസ്. ടോട്ടൽ എത്ര കിട്ടും? 2000 രൂപ നമുക്ക്. ഇനി ഇതേ സ്ഥാനത്ത് ഈ രണ്ടുപേരും വന്നിരിക്കുന്നത് 25000 രൂപയുടെ പർച്ചേസിലാണ്. അതെത്രയാണ്? 250 PV ആണ്. 250 PV 250 PV ആണ്. അപ്പോ ഇതിന് നമുക്ക് ഈ 25000 രൂപയുടെ പർച്ചേസിന്റെ റഫറൽ ബോണസ് എന്ന് പറയുമ്പോൾ 1250 രൂപ വരും അല്ലെ ഒരാൾക്ക്. രണ്ടുപേര് 1250 വെച്ച് നമുക്ക് 2500 രൂപ റഫറൽ ബോണസ്. 250 PV 250 മാച്ച് ചെയ്യുമ്പോൾ മാച്ചിങ് ബോണസ് 2500 രൂപ. ടോട്ടൽ എത്ര കിട്ടി? അപ്പൊ നമ്മുടെ കൂടെ വരുന്നവർ അവരുടെ ഫസ്റ്റ് പർച്ചേസ് ഏത് പാക്കേജ് എടുക്കണമെന്ന് നമ്മളാണോ തീരുമാനിക്കുന്നത്? അവരാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അടക്കപ്പെടുന്നത് നമ്മുടെ കൂടെ വരുന്നവർ അവരുടെ ഫസ്റ്റ് പർച്ചേസ് ഏത് പാക്കേജ് എടുക്കണമെന്ന് നമ്മളാണോ തീരുമാനിക്കുന്നത്? അവരാണോ? നമ്മളാണോ തീരുമാനിക്കുന്നത്? രണ്ടുപേരെ കൊണ്ടുവരുന്ന വന്നിട്ട് പിറ്റേന്ന് 1250 കിട്ടണോ, 2000 രൂപ കിട്ടണോ, 5000 രൂപ കിട്ടണോ എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ്സുകാരൻ ഉണരണ്ടേ? വേണ്ടേ? ഉണരണ്ടേ? അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഈ കൂടുതൽ പ്രോഡക്റ്റുകൾ വരുന്ന പാക്കേജുകൾ എടുക്കുന്നതാണ് ബെറ്റർ. എന്തുകൊണ്ട്? ഈ എടുക്കുന്ന ആൾക്കൊരു പ്രയോജനം കാണിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ പ്രയോജനം മാത്രം പോരല്ലോ, നമ്മുടെ പ്രയോജനം നമ്മുടെ മനസ്സിലിടാവും കേട്ടോ. നീ തന്നെ എടുക്കണേ, എന്നാലും എനിക്ക് നല്ല 2000 രൂപ കിട്ടത്തുള്ളേ എന്നൊന്നും എന്തെങ്കിലും പറഞ്ഞേക്കരുത്. പിന്നെ അവർക്ക് എന്താണ് നേട്ടം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് എന്താ നേട്ടം?
ഈ പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ മാക്സിമം 6 മാസം വരെ കൈകരിക്കേണ്ടതാണ്. ഓരോന്ന് വാങ്ങിച്ചിട്ട് ഭയങ്കര പൈസയാവും. ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് പൈസയാവും. അതുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് വാങ്ങിക്കുന്നതിനാണ് അതുകൊണ്ട് 10,000 രൂപ പർച്ചേസ് ചെയ്യും. മനസ്സിലായി? ഇതിൽ 25,000 രൂപ പർച്ചേസ് ചെയ്യിപ്പിക്കണമെങ്കിലോ എനിക്ക് 25,000 രൂപയുടെ സാധനമൊന്നും വേണ്ട, ഇത്രയും സാധനം വരത്തില്ലേ എന്ന് പറയുകയാണെങ്കിലോ അവിടെയും നമുക്ക് പറയാം ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടുണ്ട്. പിന്നെ കുറെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എന്തായാലും എല്ലാം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, അയൽവക്കക്കാരെ എല്ലാവരും വിളിച്ചെടുത്തിട്ട് നമുക്കൊരു ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടത്താം. നിങ്ങൾ ചുമ്മാ പറയണതേ, അയൽവക്കക്കാരെ വിളിച്ചെടുത്തിട്ട് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എന്തോ പറയുന്ന വിഷയം എന്താണ് അവിടെ? എന്തുകൊണ്ട് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അതിന്റെ കാരണങ്ങൾ പറയുന്നു. അത് ഓക്സിമറായും ഹൃദ്വേദിയും ഒമേഗ-3 കഴിക്കുന്നതിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിനെ പറ്റി ഒരു ക്ലാസ് ആരെ വിളിച്ചിരുത്തി കൊടുത്താലും അവരിത് വാങ്ങിക്കില്ലേ? അവരെടുത്തത് 25,000 രൂപയ്ക്കല്ലേ? അവരുടെ കയ്യിൽ 41,000 രൂപയുടെ പ്രോഡക്റ്റ് ഇല്ലേ? നേർ പകുതി വിറ്റുപോയാലും മുടക്കിയ പൈസ കയ്യിൽ വരില്ലേ? ബാക്കി പ്രോഡക്റ്റ് അവർക്ക് ഉപയോഗിച്ചൂടെ? അതിലും വലിയൊരു നേട്ടമുണ്ട്. എന്താണ്? ഇത്രയും പേര് അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഗുണം കിട്ടും. അവർ വീണ്ടും വാങ്ങിക്കത്തില്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ആയില്ലേ? റീപർച്ചേസ് നടക്കില്ലേ? റീപർച്ചേസ് ഇൻകം കിട്ടില്ലേ? കാശ് ഉണ്ടാക്കിക്കൂടെ? 22 പർച്ചേസ് എടുക്കത്തില്ല. മാറ്റി പിടിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ടോപ്പ് ചെയ്ത് 25,000 രൂപ പർച്ചേസിലേക്ക് വരിക. യെസ്, ഓക്കെ. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാം. എത്ര പേരെ സ്പോൺസർ ചെയ്താലും നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്തുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് റഫറൽ കമ്മീഷൻ പിറ്റേന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാള് ജസ്റ്റ് 6,000 രൂപയ്ക്ക് ജോയിൻ ചെയ്തു, അയാള് ഒറ്റൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, 6,000 രൂപ 60 രൂപ ഒരാളെ വന്നുള്ളൂ. അപ്പൊ അപ്പുറത്ത് ഒരാളുടെ വരുമ്പോഴേ മാച്ചിങ് ബോണസ് വരുള്ളൂ. പക്ഷെ ഒരാൾ വന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ 5% 300 രൂപ എന്ന് പറയുന്നത് പിറ്റേന്ന് തന്നെ അവരുടെ അക്കൗണ്ടിൽ എടുക്കണം. നമ്മുടെ പ്ലാന്റ് കിട്ടിയതാ. ഞങ്ങൾ പറയാറുണ്ട്, അറിയാതെ പറഞ്ഞു പോയ കാര്യമാണ്. അതറിയോ? തൊട്ട പൈസ കിട്ടുന്ന ഒരു എന്താണ് ബിസിനസ് ആണ് ഈ ബിസിനസ്. തൊട്ട പൈസ. കാരണം ഇന്ന് ഒരാൾ ജോയിൻ ചെയ്യും, ഇന്ന് തന്നെ അയാൾ സുഹൃത്തിനെ കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു, നാളെ അയാളുടെ അക്കൗണ്ടില് മിനിമം 300 രൂപയെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ രീതിയിൽ നമ്മളുടെ ടീമിൽ ഇപ്പൊ ഇവിടെ 2 പേര് വന്നു, നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടി. ഇനി അടുത്ത 2 പേര് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും വന്നു, അത് അവരാണ് കൊണ്ടുവന്നത്. ഈ 2 പേരും ഈ വന്ന 2 പേരും 60 രൂപയുടെ വീതം പർച്ചേസ് ചെയ്തു. അപ്പൊ ഇവർ 2 പേരും 60 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് 1,200 ഇത് മാച്ച് ചെയ്യുന്ന 600 രൂപ അവർക്ക് റഫറൽ കമ്മീഷൻ കിട്ടി. മാച്ചിങ് ബോണസ് കിട്ടി. ഇവിടെയും 600 രൂപ മാച്ചിങ് ബോണസ് ഈ 2 പേർക്ക് നമ്മൾ കൊണ്ടുവന്നവർക്ക് കിട്ടി. അവരാണ് ഈ 4 പേരെയും കൊണ്ടുവന്നത്. ഇവിടെ നമുക്കും കമ്മീഷൻ ഉണ്ട്. കാരണം ഈ 60 പോയിന്റും 60 പോയിന്റും 120 പോയിന്റ് നമ്മുടെ ഈ ടീമിൽ നടന്നിരിക്കുന്നു. ഈ 60 പോയിന്റും ഈ 60 പോയിന്റും 120 പോയിന്റ് ഇവിടെ നടക്കുന്നു. ഇത് മാച്ച് ചെയ്ത് 1,200 രൂപ നമുക്ക് പിറ്റേന്ന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ 1,200 രൂപ കമ്മീഷൻ കിട്ടാൻ നമ്മൾ ഒരാളെ പുതുതായി കൊണ്ടുവന്നില്ല. നമ്മൾ കൊണ്ടുവന്ന 2 പേരും അവരുടെ കരാറിൽ അടുത്ത 2 പേരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് എന്തായി? കമ്മീഷൻ കിട്ടി. ഇതാണ് ടീം ബിൽഡിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഈ വന്ന 2 പേരും അവരുടെ കെയർ ഓഫിൽ അടുത്ത 2 പേരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഈ 2 പേര് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഈ ബിസിനസ്സിലേക്ക് വന്നവരായിരിക്കണം. അപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കും? ഉറപ്പായിട്ടും അടുത്ത 2 പേരെ കൊണ്ടുവന്നിരിക്കും, അല്ലെ? ഇനി അതേപോലെ തന്നെ ഈ വരുന്ന 2 പേരും ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അവരും അവരുടെ അടുത്ത ആളുകളെ കൊണ്ടുവരും. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ടീമിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവരെല്ലാവരും ഒന്നുകിൽ 60 പോയിന്റ്, അല്ലെങ്കിൽ 100 പോയിന്റ്, അല്ലെങ്കിൽ 250 പോയിന്റിലേക്ക് പർച്ചേസ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മുടെ 2 സൈഡിലും ഒരു ദിവസം എത്ര പുതിയ ആളുകൾ ചേർന്നു, അവരെല്ലാവരും പർച്ചേസ് ചെയ്ത പോയിന്റ് എല്ലാം കൂടി എത്രയുണ്ടെന്ന് നോക്കും. അങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഒരു 100 പോയിന്റും ഇവിടെ ഒരു 100 പോയിന്റുമാണ് ഇന്ന് വന്നതെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം 1,000 രൂപ കമ്മീഷൻ കിട്ടും. ഇനി ഇവിടെ ഒരു 500 പോയിന്റും ഇവിടെ ഒരു 500 പോയിന്റ് ആണ് വന്നതെങ്കിൽ എല്ലാവരും കൂടി പർച്ചേസ് ചെയ്തു വന്ന് ജോയിൻ ചെയ്തവരുടെ, അപ്പൊ നമുക്ക് പിറ്റേ ദിവസം കിട്ടുന്നത് 5,000 രൂപയായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഒരു ദിവസം 25,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാനിട.
നമ്മുടെ ടീമിൽ ഓരോ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പർച്ചേസിന്റെ പോയിന്റ് ബേസ് ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ടീം എന്ന് പറയുന്നത് നമ്മളത് തുടങ്ങി വെച്ചാൽ മതി, പിന്നീട് അത് വളർന്നു. കാരണം നമ്മൾ രണ്ടുപേരെ കൊണ്ടുവന്നു, നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നില്ല. നമുക്ക് ഇനി മൂന്നാം തവണയും നാലാം തവണയും അഞ്ചാമത്തെ തവണയും ലോകത്തിന്റെ ഏത് കോണിലുള്ളതാണെയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോ അങ്ങനെ നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന ആളുകളെയും നമുക്ക് ടീമിൽ കൊണ്ടുവരാം. അവരുടെ കെയർ ഓഫിൽ വരുന്നവർ നമ്മുടെ ടീമിൽ വരും, അല്ലെ? അങ്ങനെ ടീം വളർന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് 25,000 രൂപ വെച്ച് പെർ ഡേ നമുക്ക് മാച്ചിങ് ബോണസായിട്ട് വാങ്ങിക്കാറുണ്ട്. ഒരു ദിവസം 25,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര വരും? ഞാൻ കണക്കിന് പുറകോട്ടാണ്. നിങ്ങൾ അങ്ങനെ 7.5 ലക്ഷം രൂപ പെർ മന്ത്. നിങ്ങളുടെ കുടുംബത്തായിരിക്കും 7.5 ലക്ഷം രൂപ മാസം വരുമാനമുള്ളവരുണ്ടാ? ഉണ്ട്? അല്ല, നിങ്ങൾ കുടുംബത്തായിരിക്കും, വേറെ ആയിരിക്കും. അല്ല, വേറെ കൂടപ്പുറപ്പുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ കൂടപ്പുറപ്പിന് വല്ല ഗുണമുണ്ടോ? ആ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത്, അല്ലേ? ചേട്ടനുണ്ടെന്ന് പറഞ്ഞ അനിയത്തിക്ക് ഗുണമില്ല, അനിയത്തിക്ക് ഗുണമുണ്ടെന്ന് ചേട്ടന് ഗുണമില്ല. അതാണ് ഇന്നത്തെ കാലം. എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ, എല്ലായിടത്തും അങ്ങനെയല്ല, അല്ലേ? അല്ലേ? വാർഡിലുണ്ടോ ആരെങ്കിലും 7.5 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങിക്കുന്നവർ? ആ പഞ്ചായത്തിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽവക്കക്കാർ, പരിചയക്കാർ ആരെങ്കിലും ഉണ്ടോ പ്രതിമാസം 7.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നവർ? അത് ഡെയിലി 25,000 രൂപ വെച്ച് അക്കൗണ്ടിൽ വരുന്നവർ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഭാഗ്യം ചെയ്തവരല്ലേ? അല്ലേ? സുഹൃതം ചെയ്തവരല്ലേ? അല്ലേ? എന്നെ കൂടി രക്ഷപ്പെടുത്തവരെ കർത്താവേ തമ്പുരാനെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന മോളെ കേട്ടു എന്നുള്ളതിന് തെളിവല്ലേ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇരിക്കുന്നത്? ആണോ? ആണോ ഇല്ലയോ? സന്തോഷിക്കൂ. ആഹ്ലാദിക്കുന്നു പറയത്തില്ലേ? സന്തോഷിക്കൂ. നമ്മുടെ ജീവിതത്തിലും സൗന്ദര്യം വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും സൗന്ദര്യം വരാൻ പോവുകയാണ്. സാമ്പത്തിക ഭദ്രത വരാൻ പോവുകയാണ്. മനസ്സിലായല്ലേ? നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരാരാണോ? IBC എന്ന് പറയുന്ന നാമം നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തന്നവരാരാണോ? അവരെ ഈശ്വര തുല്യരായി കാണൂ. ചിലപ്പോ മുഖം നോക്കുമ്പോൾ തോന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും ഇനി മുതൽ അങ്ങനെ കാണാം. മനസ്സിലായത്? മുഖം നോക്കണ്ട, അല്ലാതെ അവസരത്തെ മാത്രം നോക്കിയിട്ട് അവരെ ഈശ്വര തുല്യരായി കാണാം. കാര്യം അവർ നിമിത്തമായിരിക്കുന്നു ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ തീരുന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്ന പൈസയുടെ അടിസ്ഥാനത്തിൽ കമ്പനി നമുക്ക് 12 റാങ്കുകൾ തരുന്നുണ്ട്. 12 റാങ്കുകൾ. അതിൽ ഒന്നാമത്തെ റാങ്കിന്റെ പേര് അച്ചീവർ എന്നാണ്. ഫസ്റ്റ് റാങ്ക് അച്ചീവർ. സാധാരണ കമ്പനികളെ പോലെ വെറുതെ ഒരു റാങ്ക് തന്നിട്ട് ഒരു പൊന്നാട ഇട്ട് ഒരു മൊമെന്റേം തന്ന് കൈയടിപ്പിച്ച് വിടുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഓരോ റാങ്കുകളിലും അതിന് അർഹതപ്പെടുന്ന വരുമാനവും നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. അതാണ് IBC റാങ്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ 12 റാങ്കുകൾ എന്ന് പറയുന്ന സംഭവം. നമ്മൾ നോക്കാം 12 റാങ്കുകൾ എന്ന് പറഞ്ഞു. ഫസ്റ്റ് റാങ്ക് അച്ചീവർ. ഈ റാങ്കിലേക്ക് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ കമ്മീഷൻ, ഈ ബിസിനസ് കൂടി നിങ്ങൾ വാങ്ങിച്ച വരുമാനം മൊത്തം 5,000 രൂപ നിങ്ങൾ കമ്മീഷൻ വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് റാങ്കിൽ വരിക, അച്ചീവർ എന്ന് പറയുന്ന റാങ്കിൽ വരിക. ഒറ്റയടിക്ക് ഒരു ദിവസം വാങ്ങിക്കുന്ന കമ്മീഷൻ അല്ല, അത് പലപ്പോഴായിട്ട് വാങ്ങിയ കമ്മീഷൻ എല്ലാം കൂടി മൊത്തം 5,000 രൂപ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ആദ്യത്തെ റാങ്കിൽ നമ്മൾ വന്നു. ഈ റാങ്കുകളുടെ എല്ലാ പ്രത്യേകത, റാങ്കുകളിൽ നമുക്ക് അർഹതപ്പെട്ട കമ്മീഷനുണ്ട്, പ്ലസ് എല്ലാ റാങ്കുകളിലും കമ്പനി നമുക്ക് വളരെ വാല്യബിൾ ആയിട്ടുള്ള റിവാർഡുകളും തരുന്നുണ്ട്. പാരിതോഷികങ്ങൾ, അംഗീകാരങ്ങൾ, ആദരവുകൾ ഈ റാങ്കുകളിലെല്ലാം നമ്മളെ കാത്തിരിക്കുന്നു. ഈ ഫസ്റ്റ് റാങ്കിൽ കമ്പനി നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്കഗ്നേഷൻ ആണ്, ഒരു പിൻ അച്ചീവ്മെന്റ് ആണ്, ഒരു പിൻ റെക്കഗ്നേഷൻ. കമ്പനിയുടെ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ നമ്മൾ നടന്നിട്ടില്ല, നടക്കാൻ പോവുകയാണ്, അല്ലെ? അപ്പോ നമ്മളുടെ ഒരു കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ സ്റ്റേജിൽ നിർത്തിയിട്ട് അച്ചീവർ എന്ന് പറയുന്ന പിന്നു കുത്തി തന്നെ നമ്മുടെ ഡ്രസ് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് 5,000 കമ്മീഷൻ വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ, അല്ലെ? അല്ലെ? യെസ്. ഇത് രണ്ടാമത്തെ റാങ്കിൽ വരെ കോർഡിനേറ്റർ എന്നാണ്. ഈ കോർഡിനേറ്റർ റാങ്കിലേക്ക് നമ്മൾ വരുന്നത് നമ്മളുടെ കമ്മീഷൻ വീണ്ടും ഇങ്ങനെ കൂടി വന്ന് മൊത്തം നമ്മൾ 10,000 രൂപ കമ്മീഷൻ വാങ്ങിക്കുമ്പോഴാണ് കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ നമ്മൾ എത്തുന്നത്.
5000 രൂപ വാങ്ങിച്ചു, ബാക്കി 5000 വാങ്ങിച്ചു. അല്ലാതെ വീണ്ടും പുതിയൊരു 15 നമ്മൾ വാങ്ങിക്കണ്ട. ടോട്ടൽ 16 രൂപ കമ്മീഷൻ വരുമ്പോൾ സെക്കൻഡ് റാങ്കിലെത്തി. ആ റാങ്കിൽ നമുക്ക് തരുന്ന റെക്കഗ്നേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. 2 day ട്രെയിനിങ് പ്രോഗ്രാം. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാം. പ്ലസ് നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ടീം മാനേജ്മെന്റ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ കുറച്ചുകൂടി എന്താ പറയുന്നത് കഴിവുള്ളവരാക്കി മാറ്റുന്ന, ഈ അറിവുള്ള ആളുകൾക്കുള്ളതല്ല ഇന്നത്തെ ലോകം. അതറിയാവോ? അറിയാം. കഴിവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. കഴിവുള്ളവരാണ് നേടിയെടുക്കുന്നത്, അറിവുള്ളവരല്ല. അപ്പൊ അറിവ് വെച്ച് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല, കഴിവുണ്ടാക്കിയെടുത്താൽ മതി. അതൊക്കെ ഇവിടെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ അതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ 2ാമത്തെ റാങ്കിലെത്തി. 3ാമത്തെ നമ്മുടെ റാങ്കിന്റെ പേര് ലീഡർ എന്നാണ്. 3ാമത്തെ റാങ്കിന്റെ പേര് ലീഡർ. ഈ റാങ്കിൽ നമ്മൾ എത്തുന്ന സമയത്തേക്കും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 30,000 രൂപയിൽ എത്തിയിരിക്കും. ടോട്ടൽ 30,000 രൂപ നമ്മൾ ഇതിൽ കമ്മീഷൻ വാങ്ങിച്ചിരിക്കും. ഈ റാങ്കിൽ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് ഒന്നുകിൽ ഒരു ഗോൾഡ് കോയിൻ, അതല്ലെങ്കിൽ 10,000 രൂപ ക്യാഷ് പ്രൈസ്. ഇത് രണ്ടിൽ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. 3ാമത്തെ റാങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നതാണ്. Then 4ാമത്തെ റാങ്കിന്റെ പേര് മെന്റർ എന്നാണ്. 4ാമത്തെ റാങ്കിന്റെ പേര്. ഈ റാങ്കിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 75,000 രൂപയിൽ എത്തിയിരിക്കും. നമ്മുടെ ടോട്ടൽ കമ്മീഷൻ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കമ്മീഷൻ. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ മൊത്തം 75,000 രൂപ ഡെയിലി കമ്മീഷൻ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഏത് റാങ്കിൽ വരുന്നത്? മെന്റർ റാങ്കിൽ നമ്മൾ എത്തുക. ഈ റാങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് ഒരു ഗോവ ട്രിപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 വീലർ ഫണ്ടാണ് നമുക്ക് തരുന്നത്. ഫുൾ ചെലവ് കമ്പനി, യാത്ര, ഭക്ഷണം, താമസം എല്ലാം കമ്പനി ചെലവിൽ ഗോവയിൽ പോയി അടിച്ചു പൊളിക്കാം. ഗോവയിൽ പോകാൻ വയ്യുന്നുണ്ടെങ്കിൽ 15 വാങ്ങിച്ചു. മനസ്സിലായി? അല്ല, നിങ്ങൾ ഗോവയിൽ പോയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഇത് നമുക്ക് അർഹതപ്പെട്ട സംഭവമാണ് എന്നത് മനസ്സിലാക്കണം. ഈ പറയുന്ന ഇപ്പൊ ഞാൻ ഈ വലത്ത് സൈഡിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. കാര്യം നമ്മൾ വെച്ചിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് തരുന്ന ലാഭമാണത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തന്നെ ഇവിടെ ഇട്ടിരിക്കുക. ഓക്കെ, മെന്റർ റാങ്ക്. അടുത്ത റാങ്കിലേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ അടുത്ത റാങ്കിന് പേര് ഗോൾഡ് എന്നാണ്. ഗോൾഡ് റാങ്ക് അച്ചീവർ. ഈ റാങ്കിൽ എത്തുമ്പോഴത്തേക്കിന് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയിൽ നമ്മൾ ടോട്ടൽ കമ്മീഷൻ വാങ്ങിച്ചിരിക്കും. ഗോൾഡ് റാങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് 1.5 ലക്ഷം മൊത്തം കമ്മീഷൻ. ഈ റാങ്കിൽ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഒരു തായ്ലൻഡ് ട്രിപ്പാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ് ഫണ്ടാണ്. ഇത് രണ്ടിൽ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അടുത്ത റാങ്കിന് വരുന്നതാണ്, മറന്നുപോകാൻ ഓർമ്മിച്ചാൽ ഇതിനകത്ത് കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലാറ്റിനം റാങ്കാണ്. ആ റാങ്കിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയിൽ എത്തിയിരിക്കും. ടോട്ടൽ കമ്മീഷൻ 3 ലക്ഷം രൂപ നമ്മൾ വാങ്ങിക്കും. ഈ റാങ്കിൽ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് എന്താണെന്ന് അറിയാം? ഒരു കാർ ഫണ്ടാണ്. കാർ എടുക്കാനായിട്ടുള്ള ഒരു ഫണ്ടാണ്. 1 ലക്ഷം രൂപയാണ് നമുക്ക് കാർ ഫണ്ടായിട്ട് കിട്ടുക, വണ്ടി എടുക്കാൻ. അപ്പോഴത്തേക്കും 3 ലക്ഷം നമുക്ക് കമ്മീഷനും കിട്ടിയിട്ടുണ്ട്. അടുത്ത റാങ്കിന്റെ പേര് എന്താണ്? 1, 2, 3, 4, 5, 6. 7ാമത്തെ റാങ്കിന്റെ പേര് റൂബി റാങ്ക് എന്നാണ്. റൂബി റാങ്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം എത്ര വരും? നമ്മൾ വാങ്ങിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപയിൽ റൂബി റാങ്കിൽ നമ്മൾ വരും. ഈ റാങ്കിൽ നമുക്ക് തരുന്നത് എന്താണ്? ഇവിടെയും നമുക്കൊരു ഫോറിൻ ട്രിപ്പാണ് അല്ലെ. 2 രാജ്യങ്ങള്, സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പാണ്. 2 രാജ്യങ്ങളേക്കുള്ള ട്രിപ്പ്. ഇവിടെ ചില പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുപോകാം. മോളിൽ പറഞ്ഞ ട്രിപ്പുകളെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് പോകാം. പക്ഷെ ഈ ട്രിപ്പിൽ നമുക്ക് വീട്ടിൽ നിന്ന് 2 പേർക്ക് പോകാം. 2 പേരുടെയും ചെലവ് കമ്പനിയാണ്. ഓക്കെ, 8ാമത്തെ റാങ്കിന്റെ പേര് ഡയമണ്ട് എന്നാണ്. 8ാമത്തെ റാങ്കിന്റെ പേര്. ഈ റാങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്കിന് നമ്മുടെ മൊത്തം കമ്മീഷൻ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയിൽ എത്തിയിരിക്കും. നമ്മുടെ അക്കൗണ്ടിൽ 20 ലക്ഷം രൂപ ടോട്ടൽ കമ്മീഷൻ നമ്മൾ വാങ്ങിച്ചു. ഈ റാങ്കിൽ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുബായ് ട്രിപ്പാണ്. അത് ഫാമിലിയാണ്. നമ്മൾ ഉൾപ്പെടെ 4 പേർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ദുബായിക്ക് പോയി പഠിച്ചു വിളിച്ചിട്ട് വരാം. ഈ 4 പേരുടെയും യാത്ര, ഭക്ഷണം, താമസം എല്ലാം കമ്പനി സെറ്റ്. ലൈഫിൽ ഇന്ന് ദുബായിൽ നിന്ന് പോയിട്ട് വരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ, സ്വപ്നം കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വപ്നം കണ്ടതുള്ളൂ. കാരണം എന്താണ്? കയ്യിൽ 5 പൈസ എടുത്ത് പോകണ്ട, കമ്പനി കൊണ്ടുപോയിക്കോളും. പക്ഷെ താപ്പാതി ദൈവം ബാധ്യത. എന്തുവാ?
സാറേ എന്നാ സാറേ പോകുന്നത്, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. 8ാമത്തെ റാങ്കിൽ വരണം. ഡയമണ്ട് റാങ്കിൽ വരുമോ? വരുമോ? എന്തുകൊണ്ട് വരും? 8ാമത്തെ റാങ്കിൽ വരുമെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് വരുമെന്ന് പറയാം. പക്ഷെ എന്നോട് ഒരാൾ ആ ചോദ്യം ചോദിച്ചത് അത് കഴിഞ്ഞ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ചോദ്യം എന്നോട് ഒരാൾ ചോദിച്ചാൽ 8ാമത്തെ റാങ്കെന്നല്ല 12ാമത്തെ റാങ്ക് ഏത് റാങ്കായാലും വരുമോ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുമെന്ന് കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ബിസിനസ്സിൽ ചുരുങ്ങിയ 4-5 മാസം കൊണ്ട് ഒരു നാസിം സാറും ഒരു രാമേട്ടനൊക്കെ 4ാമത്തെ റാങ്കിൽ. അതാണ് ഇന്ന് എന്റെ പ്രചോദനം. കാരണം 5 മാസം കൊണ്ട് 4ാമത്തെ റാങ്ക് വരെ എന്ന് പറഞ്ഞാൽ 75,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് 4ാമത്തെ റാങ്കിൽ വരെ എത്താൻ സാധിക്കുമെന്ന് നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ലീഡ് ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 2 ലീഡർമാർ തെളിയിച്ച് തന്നപ്പോൾ നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഞങ്ങളുടെ ലീഡേഴ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളും പ്രൂവ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് 9ാമത്തെ റാങ്ക് നോക്കാം. 9ാമത്തെ റാങ്കിന്റെ പേര് ബ്ലൂ ഡയമണ്ട്സ് എന്നാണ്. ഈ റാങ്കിൽ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ വരുമാനം 20 ലക്ഷം കഴിഞ്ഞ് ടോട്ടൽ 50 ലക്ഷം രൂപയിലെത്തിയിരിക്കും. നമ്മുടെ മൊത്തം വരുമാനം 50 ലക്ഷം രൂപയിലെത്തും. ഇവിടെ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നമുക്ക് ഹൗസിംഗ് ഫണ്ടാണ്. വീട് വയ്ക്കാൻ 10 ലക്ഷം രൂപ, അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ. സുഖമായിട്ട് വീട് വെച്ചൂടെ? അങ്ങനെ വീടൊക്കെ വെച്ച് വീണ്ടും വർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? 10ാമത്തെ റാങ്കിൽ വന്നു. 10ാമത്തെ റാങ്കിന്റെ പേര് റോയൽ ഡയമണ്ട്സ് എന്നാണ്. ഈ റോയൽ ഡയമണ്ട് റാങ്കിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് വീടായി, അല്ലേ? നാട്ടുകാരെല്ലാം കണ്ടു, കൂടെ പഠിച്ചവർ കണ്ടു. അപ്പൊ ഭയങ്കര ബിസിനസ് ആണല്ലോ, ഞങ്ങളും വരുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും, ഇഷ്ടംപോലെ വർക്കുകളായി ടീമായി ഇങ്ങനെ ആൾക്കാർ ജോയിൻ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾ റോയൽ ഡയമണ്ട് എന്ന് പറയുന്ന 10ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ മൊത്തം 2.5 കോടി രൂപ ഉണ്ട്. ടോട്ടൽ കമ്മീഷൻ 2.5 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തിടാൻ വേണ്ടി വീട് വെക്കുന്ന സമയത്ത് നല്ലൊരു കാർ ഷെഡ് പണിഞ്ഞാണ്, നല്ല നീളവും വീതിയുള്ള ഒരു കാർ ഷെഡ് ആയിരിക്കണം. കാരണം തൊട്ടടുത്ത റാങ്കിൽ കമ്പനി നമുക്കൊരു പ്രീമിയം കാറാണ് തരുന്നത്. ആ കാറിന്റെ പേര് BMW എന്നാണ്. ആറ്റപ്പൂച്ച കാറൊന്നുമല്ല BMW കാർ തരുന്നത്. അത് 5 സീരീസ് കാറാണ്. 5 സീരീസ് കാറിന്റെ പ്രത്യേകത അറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. പ്രൈസ് BMW 5 സീരീസ്, അതിന്റെ ബേസ് മോഡലിന്റെ വില തന്നെ 80 ലക്ഷം രൂപയ്ക്ക് മോഡലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നീളം വീതിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കാർ പോർച്ച് പണിയുമ്പോൾ അതിനനുസരിച്ചുള്ള പോർച്ച് തന്നെ. അപ്പൊ പലരും മനസ്സിൽ സാറേ അങ്ങനെ ഒരു പോർച്ച് ഇല്ല, ഇനി അങ്ങനെ ഒരു പോർച്ച് പണിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമില്ല, മുറ്റം ചെറുതാ, ഡോർ തുറന്ന് മുറ്റത്തോട്ട, എവിടെ റോഡിലോട്ട, അങ്ങനെയൊക്കെ ഇല്ലേ? ഇതൊക്കെ മാറ്റിയെടുക്കണ്ടേ? അല്ലെ? ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിത രീതികൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരിമിതികളൊക്കെ എനിക്കറിയാം. അങ്ങനെ പല പരിമിതികളിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ആകെ 5 സെന്റ് സ്ഥലമുണ്ട്, അല്ലെ 4 സെന്റ് സ്ഥലമുണ്ട്, അല്ലെ 3 സെന്റ് സ്ഥലമുണ്ട്. സാർ ഇതിനകത്തൊന്നും BMW കാർ കയറ്റിയിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ വെറുതെ എന്ന് പറയും. പക്ഷേ കാർ തരുന്നതിന് മുമ്പേ കമ്പനി എന്ത് തരുന്നുണ്ട്? വീട് വയ്ക്കാൻ പൈസ തരുന്നു. വീട് വയ്ക്കാൻ 10 ലക്ഷം രൂപ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് വയ്ക്കാനായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ BMW കാറുകളെല്ലാം വാങ്ങിച്ച് 11ാമത്തെ റാങ്കിലേക്ക് വരുന്നു. ഈ 11ാമത്തെ റാങ്കിന്റെ പേര് ക്രൗൺ ഡയമണ്ട് എന്നാണ്. ക്രൗൺ ഡയമണ്ട്. ഈ ക്രൗൺ ഡയമണ്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ 2.5 കോടിയും കവിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ ടോട്ടൽ 10 കോടി രൂപ. സുന്ദരമായ സംഭവം, 10 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ. മനസ്സിലായോ? അപ്പൊ നമ്മൾ 2ാമത്തെ വീട് വയ്ക്കാൻ തുടങ്ങും.
ഒന്നിൽ നിങ്ങളുടെ മകന് വേണ്ടിയിട്ടോ മകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടോ. ഇതൊന്നും അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് നേരത്തെ വെച്ച വീട് ഔട്ട് ഹൗസ് ആയിട്ട് കണ്ടിട്ട് നമുക്ക് വേറൊരു പുതിയ വീട്ടിലേക്ക് മാറാം. കാരണം ഇവിടെ കമ്പനി നമുക്ക് തരുന്നത് 1 കോടി രൂപ വില വരുന്ന ഒരു വില്ലയും പ്ലസ് 1 കോടി രൂപ ക്യാഷും. 1 കോടി രൂപ വില വരുന്ന വീട് നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ വാങ്ങിച്ചു തരും. അത് ഞാൻ സുരേഷ് സാറിന് ചോദിച്ചത്. അപ്പൊ സാർ പറഞ്ഞു അത് ഇഷ്ടം. നിങ്ങൾ എവിടെയാണ് കൊടുക്കുന്നത് അവിടെ 1 കോടി രൂപ വില വാങ്ങിച്ചത്. മനസ്സിലായില്ലേ? അത് കിട്ടും. അങ്ങനെ 12ാമത്തെ റാങ്കിലേക്ക് നമ്മൾ എത്തി. ലാസ്റ്റ് റാങ്ക്. ഈ റാങ്കിന്റെ പേരാണ് IBC അംബാസഡർ എന്ന് പറയുന്നത്. IBC അംബാസഡർ. ഈ IBC അംബാസഡർ റാങ്കിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കിന് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് ടോട്ടൽ 30 കോടി രൂപയാണ്. ടോട്ടൽ കമ്മീഷൻ. ഇവിടെ ഒരു മിനിറ്റ് എടുത്തന്നെ. ഒറ്റ മിനിറ്റ്. കാരണം എന്താ അറിയാവും, നമുക്ക് 12 റാങ്കേ ഉള്ളൂ, 14ാമത്തെ റാങ്ക് ഇല്ല. അപ്പൊ ഈ 12 റാങ്ക് ഇവിടെ അവസാനിക്കുക, ഇവിടെ തീരുക ആണോ? അത്യാവശ്യം ആണ്. കുഴപ്പമില്ല, നമ്മൾ വന്നോളൂ. അന്ന് ആഹാ, അതുകൊണ്ടാണ് 3 വരുമ്പോ പെട്ടെന്ന്. ഇവിടെ കമ്പനി നമുക്ക് തരുന്ന റിവാർഡ് എന്ന് പറയുന്നത് 5 കോടി രൂപ നമുക്ക് ക്യാഷ് ആയിട്ടും ഒരു മെഴ്സിഡസ് ബെൻസ് കാറാണ്. അതും S ക്ലാസ് കാർ എന്ന് പറയും. 2ാമത്തെ കാർ മെഴ്സിഡസ് ബെൻസിന്റെ S ക്ലാസ് കാറിന്റെ വില 1,70,00,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ ബെൻസ് കാർ തരാമെന്നല്ല അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃത്യമായി പറയുന്നുണ്ട് S ക്ലാസ് കാർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കാറിന്റെ വില 2 കോടി രൂപയോളം വില വരുന്ന കാറാണ് നമ്മുടെ 2ാമത്തെ കാർ. അങ്ങനെ നമ്മളിവിടെ ശൂന്യതയിൽ 0 നിന്ന് നമ്മൾ തുടങ്ങി 12ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കിന് കിട്ടിയ കമ്മീഷൻസും അതുപോലെ തന്നെ കിട്ടിയ റിവാർഡുകളുടെ എല്ലാം കൂടെ മൂല്യം കൂടെ എടുത്തു വെച്ച് നോക്കിയാൽ മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നത് 40 കോടി രൂപയുടെ അസറ്റ്. അപ്പൊ ഞാൻ സാറിന് ചോദിച്ചു, സാർ എത്ര നാളെടുത്തു ഈ 12 റാങ്ക് കവർ ചെയ്ത് വരാൻ? ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഫസ്റ്റ് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്തു സുരേഷ് സാർ എന്തായാലും ഇത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സാറിനോട് പറഞ്ഞത് 5 അല്ലെങ്കിൽ 6 വർഷം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസിന്റെ ഈ 5 മാസത്തെ പോക്ക് വെച്ച് അല്ലെ, 5 മാസം കൊണ്ട് 4ാമത്തെ റാങ്ക് വരെ ആൾ വന്നില്ലേ? ഇല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, എഴുതി വെച്ചു, ഈ പറയുന്ന 12 റാങ്ക് അച്ചീവ് ചെയ്യാൻ 6 വർഷം വേണ്ട, 5 വർഷം വേണ്ട, മിനിമം 3 വർഷം. അടുത്ത 3 വർഷം കൊണ്ട് നമ്മൾ 40 കോടി രൂപ ഉണ്ടാക്കാൻ പോകും. ഇതിനെ നിങ്ങൾ എങ്ങനെ കണക്കൂട്ടണമെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങളുടെ വയസ്സെത്ര? ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന 45 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ 48ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കിന് നമ്മൾ 40 കോടിയുടെ രാജാവായി മാറി അല്ലെ? 40 കോടി അസറ്റ്. ഈ 45 വർഷം കൊണ്ട് ഉണ്ടാക്കാതെ പോയത് അടുത്ത 3 വർഷം കൊണ്ട് ലൈഫ് ചേഞ്ച് ആവുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇത്രയും കാലം ജീവിച്ചു. ഇപ്പൊ സാധാരണ ഇന്നത്തെ മനുഷ്യരെല്ലാം ചിന്തിക്കുന്നറിയോ, പ്രായത്തിലേക്കായി ഇനിയിപ്പൊ എത്ര വരെ, ഇനി നമുക്ക് എത്ര ഇതൊക്കെ. അത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് 40 കോടി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 40 കോടി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സാറേ, ഒരു 40 ലക്ഷം കിട്ടിയാലും മതി എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? നമ്മുടെ മാനസികാവസ്ഥ അതുമായതുകൊണ്ടാണ് ഡെയിലി 25,000 വരുമാനം കിട്ടുമെന്ന് ആദ്യം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഡെയിലി 25,000 കിട്ടുന്നതിലും വേണ്ടി ഡെയിലി 1,000 രൂപ വെച്ചെങ്കിലും കിട്ടിയാൽ മതി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതെന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എവിടെ എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇവിടെ എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ചിന്ത മാറണം. ഈ ഇത്രയും കാലം കൊണ്ട് സമ്പാദിക്കാൻ പറ്റാതെ പോയത്, ആസ്വദിക്കാൻ പറ്റാതെ പോയത്, അടുത്ത 3 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും.
ഒരു കാര്യം കൂടി ഈ പ്ലാനിനകത്ത് എടുത്തു പറയാനുണ്ട്. ഇതിനകത്ത് 2 കമ്മീഷൻ കൂടിയുണ്ട്. ക്വാർട്ടർലി ബോണസ് ഉണ്ട്, ഇയർലി ബോണസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ മെന്റർ റാങ്ക്, ഗോൾഡ് റാങ്ക്, പ്ലാറ്റിനം റാങ്ക്, റൂബി റാങ്ക്, ഈ 4 റാങ്കുകളിലും നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഓരോ 3 മാസത്തിലും നിങ്ങൾ വാങ്ങുന്ന കമ്മീഷന്റെ 10% മുതൽ 15% വരെ 3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു സ്പെഷ്യൽ ഫണ്ടായിട്ട്, ഒരു സേവിംഗ് ഫണ്ടായിട്ട് ക്വാർട്ടർലി ബോണസ് എന്ന പേരിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അത് കഴിഞ്ഞാൽ ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, റോയൽ ഡയമണ്ട് എന്ന് പറയുന്ന ഈ 3 റാങ്കുകളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ റാങ്കിലും വന്നതിന് ശേഷം അടുത്ത 1 വർഷത്തിൽ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ മൊത്തം വാങ്ങുന്ന കമ്മീഷന്റെ 10% ആ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആനുവൽ ബോണസ് ആയിട്ട് ഒരു സേവിംഗ് ഫണ്ടായിട്ട് മാറുന്നു. 11ാമത്തെ റാങ്കാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 11ാമത്തെ റാങ്ക്. ഞാൻ ഈ പ്ലാൻ ആദ്യം കേട്ട സമയത്ത് എന്റെ ഫോക്കസ് ഇവിടെ ഈ റോയൽ ഡയമണ്ടിലാണ്. കാരണം അവിടെ BMW കാർ, കാരണം എന്റെ ഡ്രീം വണ്ടിയാണ് BMW. ലൈഫിൽ എന്നാലും ഭയങ്കര ഉദ്ദേശിക്കുന്ന കാറാണ് BMW. ബെൻസിനേക്കാളും ഓടിയേക്കാളും താല്പര്യം BMW. വണ്ടി എനിക്ക് ഭയങ്കര അത്രയും റേസാണ്. 2006 മുതൽ ഞാൻ വണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് വണ്ടിയോട് ഭയങ്കര താല്പര്യം. അപ്പൊ BMW വാങ്ങി. അപ്പോഴാണ് ഈ പ്ലാനകത്ത് BMW കാർ, അതും 5 സീരീസ് കാർ, 80 ലക്ഷം രൂപ കാർ. പക്ഷെ കുറെ കഴിഞ്ഞ് ഈ പ്ലാൻ കുറച്ചുകൂടെ പറഞ്ഞും പഠിച്ചും വന്നപ്പോഴാണ് 11ാമത്തെ റാങ്കിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞത്. ആ പ്രത്യേകത തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഇത് വിട്ടു. 11ാമത്തെ റാങ്കിലേക്ക് എന്റെ ലക്ഷ്യം പോയി. കാരണം എന്താണെന്ന് അറിയോ? 11ാമത്തെ റാങ്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കമ്പനി നമുക്ക് റോയൽറ്റി തന്നു തുടങ്ങും. റോയൽറ്റി എന്താണ് റോയൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 2.5% എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിനെയാണ് റോയൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ മൊത്തം ലാഭത്തിന്റെ 2.5% എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഓൾ ഓവർ ദ വേൾഡിൽ നടക്കുന്ന ബിസിനസ്സിലൂടെ ഓരോ മാസവും കമ്പനിക്ക് വരുന്ന ലാഭത്തിന്റെ 2.5% എടുത്ത് വെച്ചിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത തുകയായിരിക്കും. ആ വകുപ്പിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് മാസം വന്നു ചേർന്നത് അത്രയും വലിയ തുകയായിരിക്കും നമ്മൾക്ക് വന്നിരുന്നത്. അപ്പോ 12ാമത്തെ റാങ്കിലേക്ക് വന്ന് 40 കോടി രൂപ ഉണ്ടാക്കുക എന്നതിനേക്കാളും വലിയ കാര്യമാണ് 11ാമത്തെ റാങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിയിട്ട് ഈ റോയൽറ്റി വാങ്ങിക്കുന്ന ലെവലിലേക്ക് വരിക. 3 വർഷം കൊണ്ട് നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തിയാൽ പോലും നമ്മളുടെ രീതി മാറിയില്ലേ? നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ്സിലോ കാറിലോ ഒക്കെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റോഡിന്റെ നടുക്ക് ഒരു വീപ്പ ഇങ്ങനെ വെച്ചിരിക്കുന്നു, 2-3 വീപ്പുകൾ നിരത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഒരു വീപ്പയ്ക്കകത്തൊരു ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇങ്ങോട്ട് ആരമാർക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, എന്താണ്? റോഡ് ക്ലോസ്ഡ് ഷേപ്പ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റോഡ് ഇവിടെ തീരുന്നു, ഇവിടുന്ന്. ഞാൻ ഈ ക്ലാസ്സിന്റെ ആദ്യം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യം ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സങ്കടങ്ങളെ ഉണ്ടാകുന്നത്. ആ സങ്കടങ്ങൾ നിറഞ്ഞു, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു, പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം ഇവിടെ അവസാനിച്ചു. ഇവിടുന്ന് നമ്മളൊരു ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. എന്തിലേക്ക്? IBC. ഈ IBCയിലൂടെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വരാം, എല്ലാം വരാൻ പോകും. ഇതെല്ലാം വരുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസം. ഇതെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുമെന്ന വിശ്വാസമാണ് നമുക്ക്. ആ വിശ്വാസത്തിലൂടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നുള്ളത്. എന്താണോ നമുക്ക് വേണ്ടത്. കാരണം ഇതിന്റെ തുടക്ക സമയത്ത് ഞാൻ നമ്മളുടെ വിജയൻ സാറും ആനന്ദ് സാറുമായിട്ടൊക്കെ ഞങ്ങളുടെ ടീമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ അത് വിജയൻ സാർ പറഞ്ഞൊരു കാര്യം വല്ലാതെ സ്പർശിച്ചത്. നമ്മുടെ ഓണർ, സർവോദയ ഓണർ വിജയൻ സാർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ IBC ബിസിനസ് നടത്തിക്കൊണ്ട് വരുന്ന ലാഭമൊന്നും അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ കോടികളുടെ ലാഭം തരുന്നതല്ല നമ്മുടെ ബിസിനസ് തുടങ്ങിയത്. അതെല്ലാം നിങ്ങളെടുത്ത് പോകും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ ചെയ്തു തരാം. ഈ ബിസിനസ് നമുക്ക് വളർത്തണം വരുന്നത്. ഇവിടെ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെയാണ്. കാരണം കമ്പനി ഒരു ബിസിനസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്, അല്ലെ? നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്.
കമ്പനി വളരുന്നതോടൊപ്പം നമ്മളും വളരാൻ പോവുകയാണ്. അത് ലോകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. നിങ്ങൾ വർഷങ്ങളുടെ MLM ഇതെടുത്ത് നോക്കിക്കോളൂ. ഇത്രയും വർഷത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ചില ആളുകൾ പ്രതീക്ഷിക്കാതെ വലിയ വിജയം നേടിയിട്ടുണ്ട്, കോടീശ്വരന്മാരായിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരെ കോടീശ്വരനാക്കി മാറ്റുന്ന ബിസിനസ് അവസരമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ വിശേഷിക്കപ്പെട്ടത്. അതിനുശേഷമാണ്. കാരണം വലിയ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ, വലിയ പ്രതീക്ഷയോടും കൂടി വന്നിട്ടുള്ള ആളുകൾ, വലിയ കോൺടാക്റ്റുകളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള ആളുകൾ ബിസിനസ്സിലൂടെ കോടികൾ ആസ്തിയുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. ആ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നത് അത്തരം ബിസിനസ്സുകളുടെ തുടക്കത്തിൽ വന്നവരായിരുന്നു. ഒരു നല്ല കമ്പനിയുടെ നല്ല വിഷനുള്ള ഒരു കമ്പനിയുടെ തുടക്കക്കാരായി മാറാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവം തന്ന അവസരമായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. കാരണം കുറെ കഴിയുന്ന സമയത്ത് 2, 3, 4, 5 വർഷം കഴിയുന്ന സമയത്ത് IBSലേക്ക് ജോയിൻ ചെയ്ത് വരുന്ന ഒരാൾ എനിക്ക് IBSയുടെ തുടക്കക്കാരനാവണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കും. സമയം കഴിഞ്ഞുപോയി അല്ലെ? അപ്പൊ ഇന്ന് തുടക്കത്തെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, പിന്നെയോ ആര് വിചാരിച്ചിട്ടാ? ദൈവത്തമ്പുരാൻ വിചാരിച്ചിട്ടാണ് ഈ അവസരം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. താൻ പാതി ദൈവം പാതി. ദൈവത്തിന്റെ പകുതി ദൈവം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പകുതി നമ്മൾ ചെയ്യുക, പ്രവർത്തിക്കുക, വിജയിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.